സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നല്ല ഒരു കഥയിലേക്ക് സ്വാഗതം. കഥയിലേക്ക് കിടക്കാം. രാവിലെ എഴുന്നേറ്റ് കോട്ടുവായും ഇട്ടുകൊണ്ട് സിറ്റ് ഔട്ടിൽ വന്ന് നിന്ന് വെറുതെ റോഡിനപ്പുറത്തുള്ള ആളൊഴിഞ്ഞ അയൽവീട്ടിലേക്ക് വെറുതെ ഞാനെന്ന് നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. അമ്മേ, അമ്മോ! അത്ഭുതത്തോടെ അകത്തേക്ക് നോക്കാതെ ഞാൻ വിളിച്ചു, അമ്മോ! അകത്തു നിന്ന് പ്രതികരണം ഒന്നും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ വീണ്ടും അമ്മയെ ഉറക്ക വിളിച്ചു. എന്തോന്നാടാ? അമ്മേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ശേടാ, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട് തീർക്കാം. അടുക്കളയിൽ ഇതുവരെ ഒന്നും ആയില്ല. എന്താ കാര്യം? നീ അവിടെ നിന്നങ്ങ് പറഞ്ഞാ മതി. അമ്മ ഒന്ന് ഇപ്പുറത്തോട്ടൊന്ന് വന്നേ അമ്മേ, ഞാൻ വീണ്ടും വിളിച്ചു പറഞ്ഞു. അമ്മ ദോശ ചുട്ടുകൊണ്ട് നിന്നേത് വന്നത് കയ്യിൽ ചട്ടുകവുമായിട്ടാണ്. എന്താടാ? ഞാൻ നോക്കിക്കൊണ്ട് നിന്നിടത്തേക്ക് നോക്കിക്കൊണ്ട് അമ്മ ചോദിച്ചു. അമ്മേ, അവിടെ പുതിയ താമസക്കാരെത്തിയല്ലോ. അത് കേട്ട് അമ്മ അങ്ങോട്ടേക്ക് നോക്കി. ആ യമനെ പോലെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ മതിയായിരുന്നു. അങ്ങോട്ട് നോക്കിയ അമ്മ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, ഇടയ്ക്കൊക്കെ മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാമല്ലോ. മുൻവശത്ത് കതക് തുറന്നു കിടക്കുന്നുണ്ട്. അകത്ത് ആരാണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ആരെയും പുറത്തേക്ക് കാണാനുമില്ല. ഇവർ എപ്പോ വന്നു? വണ്ടിയുടെ സൗണ്ടൊന്നും കേട്ടില്ലല്ലോ. ഓ, അങ്ങോട്ട് നോക്കിയിരുന്നാൽ എന്റെ പണി നടക്കില്ല മോനെ, അമ്മ എന്റെ തലയ്ക്കൊരു തട്ട് തന്നുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഞങ്ങൾക്ക് കുറെ പശുക്കളും ആടുകളും ഒക്കെയുണ്ട്. അതിനെയൊക്കെ നോക്കുന്നത് അമ്മയാണ്. പിന്നെ കുറച്ച് വസ്തുവും, അതിലാണെങ്കിൽ കുറച്ച് കൃഷിയുമുണ്ട്. അധികമൊന്നുമില്ല, അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടും. പിന്നെ ഞാൻ ടൗണിൽ നിന്ന് ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഒരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുകയാണ്. ജോലിയെന്ന് വെച്ചാൽ എല്ലാം ചെയ്യും. ഓൾറൗണ്ടർ എന്നാണ് കടയുടെ മുതലാളി രമേശ് ചേട്ടൻ എന്നെ വിളിക്കുന്നത് തന്നെ. കാഷ്യർ മുതൽ ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നത് വരെയുള്ള ജോലികൾ അതിൽപ്പെടും. സിറ്റ് ഔട്ടിൽ നിന്നുകൊണ്ട് ഞാൻ അയൽവീട്ടിലേക്ക് ഒന്നുകൂടി നോക്കി. എന്നിട്ടും അവിടെ പുറത്തെങ്ങും ആരെയും കാണാൻ കഴിഞ്ഞില്ല. പെട്ടെന്നാണ് അകത്തെ ജനലിന്റെ അപ്പുറത്ത് ഒരു നിഴൽ ഞാൻ കണ്ടത്. ആദ്യം ഞാനൊന്ന് പേടിച്ചു. നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെയുള്ള ആരോ ആണ്. ശരിക്കും ഞാൻ പേടിച്ചത് ആ നിഴൽ പുറത്തേക്കിറങ്ങി എന്റെ മുൻപിലേക്ക് വന്നപ്പോഴാണ്. മോനച്ചൻ! ആ രൂപം കണ്ട് ഞാൻ യാന്ത്രികമായി മന്ത്രിച്ചു. മോനച്ചൻ 2 വർഷങ്ങൾക്ക് മുൻപ് വരെ തുടർച്ചയായി 2 വർഷങ്ങളിൽ എന്റെ മുൻപിൽ ഒരു പേടി സ്വപ്നം പോലെ ഉണ്ടായിരുന്നവൻ. കണ്ടു കഴിഞ്ഞാൽ തന്നെ വായ് നിറയെ തെറിയാണ്. തെറിയെന്ന് വെച്ചാൽ പൂരത്തെറിയാണ് വായിൽ നിന്ന് വീഴുന്നത്. വെറുതെ മുഷ്ടി ചുരുട്ടി ഇടിക്കുക, പിടിച്ച് തള്ളുക, പരസ്യമായി ആക്ഷേപിക്കുക, ഇതൊക്കെയാണ് അവന്റെ മെയിൻ പരിപാടി. അങ്ങനെ 2 വർഷം അവനെ ഞാൻ സഹിച്ചു. അതാ അവൻ എന്നെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ അവൻ എന്റെ നേരെയാണ് നടന്നു വരുന്നത്. മുഖത്ത് ഇപ്പോഴുമുണ്ട് ഒരു പരിഹാസച്ചിരി. പഴയ കോളേജ് കാലഘട്ടത്തിലെ പേടി നിറഞ്ഞ ദിവസങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരും. അവൻ വന്നു നിന്ന് ഒരു വെടലച്ചിരി. നീ? എന്റെ നേരെ സംശയത്തോടെ വിരൽ ചൂണ്ടി അവൻ എന്നെ നോക്കി. വിനയൻ? വിനയനല്ലേ? അതെ, ഞാൻ തലകുലുക്കി. നീ എന്താടാ ഇവിടെ? ഇതാണ് എന്റെ വീട്, പിന്നിലേക്ക് കൈ ചൂണ്ടി ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അയൽപ്പക്കക്കാരായോ? എന്റെ മനസ്സ് തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. 2 വർഷത്തിന് മുൻപ് +2 പഠിക്കുന്ന കാലത്ത് കോളേജിൽ ഇവനെ ഒരുപാട് സഹിച്ചു. ഹോ, ഇനി അയൽപ്പക്കത്ത് കിടന്നുകൊണ്ട് ആ സഹനം തുടരണമോ? ഈശ്വര, ഞാൻ ചിന്തിച്ചു. നിനക്ക് മാറ്റമൊന്നുമില്ലല്ലോടാ, എന്റെ തോളിൽ പതിയെ തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. നീ എന്താടാ, നിനക്ക് തീറ്റയും കുടിയുമൊന്നുമില്ലേ? പഠിക്കുമ്പോഴുള്ള പോലെ തന്നെ ഇപ്പോഴും തൊലിഞ്ഞിരിക്കുകയാണല്ലോ. എന്നെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്നെ നോക്കടാ, നല്ല മസിൽമാൻ ആയില്ലേ ഞാൻ? ശരിയാണ്, പണ്ടേ ഇവൻ നല്ല തടിയാണ്. കൈകാലുകളിൽ നല്ല മസിലുകളും വിരിഞ്ഞ ബോഡിയും ഒതുങ്ങിയ വയറും. അപ്പോഴാണ് അമ്മ അകത്തു നിന്നും പുറത്തേക്ക് വന്നത്. അമ്മ ഇട്ടിരിക്കുന്ന നൈറ്റി എളിയിൽ കുത്തിവെച്ചിരിക്കുന്നത് കാരണം അമ്മയുടെ കാൽമുട്ടിന് താഴെയുള്ള കാലിന്റെ ആ വെളുപ്പും തുടുപ്പും ചെറിയ കറുത്ത രോമവും മുഴുവൻ വെളിയിൽ കാണാമായിരുന്നു. എന്റെ അമ്മോ! അമ്മയെ നോക്കി മോനിച്ചൻ അങ്ങനെ പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടു. അവന്റെ മുഖത്ത് ഒരു അത്ഭുത ഭാവം ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ അത് കണ്ട് എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഒന്നാമതാണെങ്കിൽ അമ്മയുമായിട്ട് എപ്പോ പുറത്തു പോയാലും ആണുങ്ങളുടെ ഒരുമാതിരി ആ നോട്ടവും, സാരി ഉടുത്താലും ചുരിദാർ ഇട്ടാലും ആ മുഴുത്ത മുന്നഴക് എല്ലാവരുടെയും നോട്ടം പതിയുവാൻ പാകത്തിന് അത് പുറത്തേക്ക് ത്രസിച്ചു കിടക്കും. അപ്പോൾ തിരിഞ്ഞു നോക്കിയാലോ,
അന്നേരം കാണാം ആണുങ്ങളുടെ കണ്ണ് വേർപെടുത്താനാവാത്ത വിധം എല്ലായിടത്തും പരതി നടക്കുന്നത്. രാ, നിനക്ക് കടയിൽ പോകണ്ടേ? അതും ചോദിച്ചുകൊണ്ടാണ് അമ്മ അകത്തു നിന്നും പുറത്തേക്ക് വന്നത്. ഇതാരാടാ? മോനച്ചനെ കണ്ട് അമ്മ ചോദിച്ചു. ഞാൻ വിനയന്റെ സുഹൃത്താ. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ അവൻ പെട്ടെന്ന് കയറി പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ നിങ്ങളുടെ അയൽപ്പക്കക്കാരൻ. അതും പറഞ്ഞ് അവൻ അമ്മയെ ആകെ ഒന്ന് ചൂഴ്ന്നു നോക്കി. വിനയന്റെ പെങ്ങളാണോ? ആ ചോദ്യം കേട്ട് അമ്മ ചിരിച്ചു. അതാ അമ്മ ചിരിക്കുന്നു. അത് കണ്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അമ്മയുടെ ആ ചിരി എന്നെ അതിയായി ത്രില്ലടിപ്പിച്ചു. ഒരുപാട് കാലമായി അമ്മയൊന്ന് ചിരിച്ചു കണ്ടിട്ട്. ഒരുപാട് കാലമെന്ന് വെച്ചാൽ ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞു കാണും. അമ്മയുടെ അനിയത്തി, അതായത് എന്റെ സുഭദ്ര കുഞ്ഞമ്മ മരിച്ചതിന് ശേഷം അമ്മയാണ് കുഞ്ഞമ്മയെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം. കുഞ്ഞമ്മ ഒരു ഹോസ്പിറ്റലിൽ നഴ്സായിരുന്നു. കുറച്ചു ദൂരെയായിരുന്നു വീടും ഹോസ്പിറ്റലും. ദൂരം കൂടുതലായതിനാൽ 2-3 നഴ്സന്മാർ ചേർന്ന് ഒരുമിച്ചൊരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വരുന്ന വഴി ഒരു ആക്സിഡന്റിൽ പെട്ട് കുഞ്ഞമ്മ മരണപ്പെട്ടു. അത് അമ്മയ്ക്ക് വലിയൊരു ഷോക്കായിരുന്നു. അന്നു മുതൽ അമ്മ മുഖത്തൊരു പുഞ്ചിരി പോലും ഇല്ലാതെയാണ് ജീവിക്കുന്നത്. അയ്യോ, പെങ്ങളൊന്നുമല്ല മോനെ, ഞാനിവന്റെ അമ്മയാണ്. ആണോ? അവൻ പെട്ടെന്ന് മുഖം ചുളിച്ച് അത്ഭുതം കൂറി. അമ്മയെയും എന്നെയും മാറി മാറി നോക്കി. സോറി കേട്ടോ, അവൻ പെട്ടെന്ന് പറഞ്ഞു. കണ്ടാൽ ഇവന്റെ അമ്മയാകാനുള്ള പ്രായമൊന്നും തോന്നിക്കില്ല. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചോദിച്ചത്. അത് കേട്ട് അമ്മ വീണ്ടും ചിരിച്ചു. എന്തുവാ മോനെ മോന്റെ വീട്ടുപേര്? തടിയൻ്റെയ്യത്ത്, അവൻ പറഞ്ഞു. വീട്ടുപേര് പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും നല്ല തടിയന്മാരാ കേട്ടോ. അമ്മ അത് കേട്ട് ചിരിച്ചുകൊണ്ട്, ആ, നിന്നെ കണ്ടാലും അറിയാം. ഹഹ, അവനും ചിരിച്ചു. എന്നിട്ട് അവന്റെ കൈയുടെ മസിലുകൾ കാണിക്കാൻ വേണ്ടി 2 കൈകളും ഉയർത്തി വശ്യമായി ഒന്ന് ചിരിച്ചു. പ്രഭാതവെയിലിൽ അവന്റെ മസിലുകൾ തിളങ്ങി. ഓ, സമ്മതിച്ചേ, അമ്മ അവനോട് പറഞ്ഞു. വീട്ടുപേരിന് ചേർന്ന ബോഡി തന്നെ. അമ്മ പറഞ്ഞത് കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. കൂടെ അമ്മയും. നിങ്ങൾ രണ്ടുപേരും നേരത്തെ അറിയാമായിരുന്നോ? അമ്മ എന്നോട് ചോദിച്ചു. അമ്മേ, ഞങ്ങൾ +2 ഒരുമിച്ച് പഠിച്ചതാ, മോനച്ചൻ പറഞ്ഞു. ആണോ? അത് ശരി. അമ്മ അവനെ അതിശയത്തോടെ നോക്കി. അപ്പോൾ നിനക്കും വിനയന്റെ പ്രായമാണോ? അതെ അമ്മേ. അല്ലയോടാ? അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞാൻ വല്ലാത്ത ഒരു അനിഷ്ടത്തോടെ തലകുലുക്കി. പക്ഷേ നിന്നെ കണ്ടാലേ പ്രായം കൂടുതൽ തോന്നിക്കും. അമ്മ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. പക്ഷേ അമ്മയെ കണ്ടാൽ, അമ്മേ, ഞാൻ പറഞ്ഞത് സത്യം തന്നെ. അമ്മയെ കണ്ടാൽ ഇവന്റെ ചേച്ചിയാണെന്നേ പറയൂ. അത് കേട്ട് അമ്മ വീണ്ടും നാണിച്ചു. അമ്മയുടെ ശരിക്കുള്ള പ്രായം എത്രയാ? അവന്റെ ചോദ്യം കേട്ട് അമ്മ ഒരു ചെറിയ നാണത്തോടെ പറഞ്ഞു. മോനെ രാ, എന്നെ പിടിച്ച് വേഗം കെട്ടിച്ചു വിട്ടു എന്റെ അച്ഛനും അമ്മയും. എന്ന് വെച്ചാൽ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ. പിന്നെ തൊട്ടടുത്ത കൊല്ലം തന്നെ ഇവനുണ്ടായി. എന്ന് വെച്ചാൽ ഇപ്പോൾ 40 വയസ്സായി. 40? മോനച്ചൻ ചോദിച്ചു. അപ്പോൾ മോനച്ചന്റെ നോട്ടം അമ്മയുടെ ആ മുന്നഴകിലേക്കായിരുന്നു. അത് അമ്മയും ശ്രദ്ധിച്ചു. മോനച്ചൻ അവിടെ നിന്നും കണ്ണു മാറ്റി വീണ്ടും മുഖത്തേക്ക് നോക്കി. പിന്നെയും അവിടേക്ക് തന്നെ കണ്ണു പതിപ്പിച്ച് മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് മോനച്ചൻ പറഞ്ഞു, എന്നേക്കാൾ ഇച്ചിരിയും കൂടെ കൂടുതൽ പ്രായം തോന്നിക്കും. ഓഹോ, എന്തായാലും കാണാനൊടുക്കത്തെ ഭംഗിയാ, മോനച്ചൻ പറഞ്ഞു. അത് കേട്ട് അമ്മ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. രാ മോനച്ചോ, രാ. പെട്ടെന്ന് മോനച്ചന്റെ വീട്ടിൽ നിന്നും ഒരു പരുക്കൻ ശബ്ദത്തിൽ ആരോ വിളിക്കുന്നത് കേട്ടു. ഇങ്ങോട്ട് വന്ന് ഇതൊന്ന് പിടിച്ചേടാ. ചേടാ, എന്തോ പറയാനാ? മോനച്ചൻ ദേഷ്യത്തിൽ പിറുപിറുത്തു. അവൻ തെറി പറഞ്ഞത് അമ്മ വ്യക്തമായി കേട്ടു. ചേച്ചി, ഞാൻ പോകുക, അപ്പൻ വിളിക്കുന്നു. അത് കേട്ട് അമ്മ തലകുലുക്കി. പോകാൻ നേരം അവൻ അമ്മയെ അടിമുടിയൊന്ന് നോക്കി. അമ്മ നാണം കൊണ്ട് മുഖം കുനിച്ചകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ മോനച്ചൻ വീട്ടിൽ നിത്യ സന്ദർശകനായി. അമ്മയും മോനച്ചനും തമ്മിൽ വളരെ സോഷ്യലായിട്ടായിരുന്നു പെരുമാറ്റം. അമ്മയ്ക്കാണെങ്കിൽ ആ പഴയ ഊർജ്ജസ്വലതയും സന്തോഷവും എല്ലാം തിരിച്ചു വന്നു. എനിക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലായി. അവർ തമ്മിൽ ഏതാണ്ടൊക്കെ ഉണ്ട്, അതെനിക്ക് ഉറപ്പാണ്.